വർഷം BC 1300. 400 വർഷക്കാലമായിട്ട് ഹീബ്രു ജനത ഈജിപ്തിലെ അടിമകളായിട്ടാണ് ജീവിച്ചത്. ഏകദേശം 4 ലക്ഷത്തോളം ആൾക്കാർ. ഈജിപ്തിലെ പ്രതിമകളും നഗരങ്ങളും അവരുടെ എല്ലാ മഹിമയും പടുത്തുയർത്തിയത് അവരായിരുന്നു. എന്നാൽ ഈജിപ്തിനെ സേവിക്കുന്ന ആ കാലം അത്രയും അവരവരുടെ മാതൃദേശത്തെയും ദൈവത്തെയും മറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ദൈവവും അവരെ മറന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. 2014 റിലീസ് ചെയ്ത എക്സോഡസ് ഗോഡ്സ് ആൻഡ് കിങ്സ്. ഈ സിനിമയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം കാണിക്കുന്നത് ഫറവോയുടെ കൊട്ടാരമാണ്, മെംഫിസ്. അവിടെ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഫറവോ ആയ സേറ്റി ഒന്നാമൻ അയാളുടെ ചെയറിലിരിക്കുന്നുണ്ട്. ഈ മൊട്ടത്തലേനെ കണ്ടില്ലേ, ഇയാളാണ് ഫറവോയുടെ മകൻ. ഇയാളുടെ പേര് റാമസീസ് എന്നാണ്. പിന്നെ ഇരിക്കുന്നത് ഈ കഥയിലെ ഹീറോ. ഇവന്റെ പേര് മോസസ് എന്നാണ്. ഇവൻ ഫറവോയുടെ സൈന്യാധിപന്റെ മകനായിരുന്നു. എന്നാൽ അച്ഛൻ മരിച്ചപ്പോൾ ഇപ്പൊ മോസസ് ആണ് ഇവിടുത്തെ സൈന്യാധിപൻ. എന്നാൽ ഫറവോ ഇവനെ ഒരു സൈന്യാധിപനായിട്ടല്ല കാണുന്നത്. അതിന് കാരണം ഇവൻ അയാളുടെ മകന്റെ കൂടെ ഈ കൊട്ടാരത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ തന്റെ മകനെപ്പോൾ തന്നെയാണ് മോസസിനെ ഫറവോ കാണുന്നത്. ഇപ്പൊ ഇവരുടെ ഈ മീറ്റിംഗിൽ ഇവർ ഡിസ്കസ് ചെയ്യുന്നത് ഹിറ്റൈറ്റ് എന്നു പേരുള്ള ഒരു ആർമിയെ കുറിച്ചാണ്. അവരിപ്പം ഈജിപ്തിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് തമ്പടിച്ചിട്ടുണ്ട്. ഒരു യുദ്ധത്തിനുള്ള ഒരുക്കമാണ്. എന്നാൽ ഫറവോയ്ക്ക് ഒരു യുദ്ധത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അവർ യുദ്ധം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആർമീസ് ഇങ്ങോട്ട് ഇടിച്ചു കയറി വരും. അതുകൊണ്ട് തന്നെ ഫറവോ ആർമിയുമായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ യുദ്ധത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഗണിച്ചു പറയാനാണ് ഫറവോ അടുത്തായിട്ട് ഉത്തരവിടുന്നത്. ഇവരുടെ ഒരു ആചാരമുണ്ട്. അത് വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഗണിച്ചു നോക്കുന്നത്. അതിനുവേണ്ടി ഒരു ലേഡി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നത് ഹറൂസ്പെക്സ് എന്നാണ്. ഈ ഒരു കാര്യം ഗണിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന് ബലി കൊടുക്കണം. അതിനുവേണ്ടി അവരൊരു താറാവിനെ അവിടെ കടത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ കൊന്ന് അതിന്റെ ഇറച്ചി എടുത്തിട്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ലേഡി അവരുടെ പരിപാടി തുടങ്ങി. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ മോസസിന് ശരിക്കും ചിരിയാണ് വരുന്നത്. അതിന്റെ കാരണം ഇവൻ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസമില്ല, ദൈവത്തിൽ പോലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആ ലേഡി ആ ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിൽ ആര് ജയിക്കും ആര് തോക്കും എന്ന കാര്യമൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ യുദ്ധത്തിൽ ഒരു ലീഡർ മറ്റൊരു ലീഡറെ രക്ഷിക്കും. എന്നിട്ട് ആ രക്ഷകൻ പിന്നീട് ഒരു നേതാവായിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു കാര്യമാണ് ആ ലേഡി പറയുന്നത്. അവരത് പറഞ്ഞു കഴിയുമ്പോഴും മോസസ് പിന്നെയും ചിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അവന്റെ ചോദ്യം. എന്നാൽ ഫറവോയ്ക്ക് ഈ കാര്യത്തിലൊക്കെ നല്ല വിശ്വാസമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി ഉടനെ തന്നെ അവർക്ക് പുറപ്പെടണം. അതിനു മുമ്പായിട്ട് ഫറവോ ഇപ്പം മോസസിനും റാമസീസിനും ഓരോരോ വാളുകൾ കൊടുക്കുകയാണ്. എന്നാൽ ആ വാളെടുത്ത് കഴിയുമ്പോഴാണ് അത് തമ്മിൽ മാറിപ്പോയി എന്ന കാര്യം റാമസീസിന് മനസ്സിലാവുന്നത്. അതായത് ഇപ്പൊ റാമസീസ് എടുത്തിരിക്കുന്ന വാള് മോസസിന്റെയാണ്, മോസസിന്റെ കയ്യിലുള്ളത് റാമസീസിന്റെ വാളും. ആ കാര്യം പറയുമ്പോൾ ഫറവോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്റെ കുട്ടികളായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ റാമസീസിന്റെ രക്ഷയ്ക്ക് എന്നും മോസസ് ഉണ്ടാവണം. അതുപോലെ മോസസിന്റെ രക്ഷയ്ക്ക് എന്നും റാമസീസും ഉണ്ടാവണം. നിങ്ങളുടെ വാളുകൾ അതിന് നിങ്ങളെ സഹായിക്കും എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ ഒരു ഡിസ്കഷന് ശേഷം അവർ ഉടനെ തന്നെ ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ റാമസീസിന്റെ ആർമി ഇപ്പം ഹിറ്റൈറ്റ് ആർമീസിന്റെ അടുത്തെത്തി. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര യുദ്ധമാണ്. ആ ആർമിയെ കണ്ട ഉടനെ തന്നെ റാമസീസിന്റെ ആൾക്കാരൊക്കെ അവർക്ക് നേരെ അമ്പ് ചെയ്യാൻ തുടങ്ങി. അതിൽപ്പെട്ട് ആ ഹിറ്റൈറ്റ് ആർമിയിലെ കുറെ ആൾക്കാർ അപ്പം തന്നെ മരിച്ചുപോയി. എന്നാൽ ഈ സമയത്താണ് അവരിങ്ങനെ കൂട്ടത്തോടെ റാമസീസിന്റെ ആർമിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത് കണ്ടതും ഇവര് കുതിരകളെയും കൊണ്ട് അവന്മാരെ എല്ലാവരും ഇടിച്ചു തെറിപ്പിച്ചിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരമായിട്ട് ഈ യുദ്ധം നടക്കുന്നുണ്ട്. അതിനിടയിൽ മോസസ് ആണെങ്കിൽ അവന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാരുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിനെയും അവനിങ്ങനെ കുത്തി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം റാമസീസ് ആണെങ്കിൽ അയാളുടെ രഥത്തിൽ തന്നെയാണ്. പെട്ടെന്നാണ് മറ്റൊരു രഥം വന്നിട്ട് അയാളുടെ രഥത്തിനിട്ട് ഇടിക്കുന്നത്. അതോടുകൂടെ റാമസീസ് തെറിച്ച് താഴേക്ക് വീണു. അവൻ താഴേക്ക് വീണത് മോസസും കാണുന്നുണ്ട്. എന്നാൽ മോസസ് ഇപ്പം നിൽക്കുന്നത് കുറച്ച് അപ്പുറത്താണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് റാമസീസ് അവിടെ നിന്ന് എഴുന്നേറ്റു. അതിനുശേഷം അവന്റെ വാളെടുക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് 3 കുതിരകൾ വലിക്കുന്ന ഒരു രഥം അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൻ വേഗം പുറകിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം മോസസും കാണുന്നുണ്ട്. ആ രഥം ഉറപ്പായിട്ട് അവനെ കൊല്ലും എന്ന കാര്യം മോസസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനൊരു കുന്തം എടുത്തെറിയാണ്. അതോടുകൂടെ അയാളുടെ രഥമാണെങ്കിൽ തകർന്നു പോവുകയും ചെയ്തു. അങ്ങനെ കഷ്ടിച്ചാണ് റാമസീസ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ സമയം റാമസീസ് നോക്കുന്നത് മോസസിനെയാണ്. അവൻ ഇപ്പോഴും അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ റാമസീസ് എഴുന്നേറ്റു. ഇപ്പൊ അവൻ ശരിക്കും ചാർജ് ആയിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ അവന്റെ വാളെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും കൊന്നുകളയാണ്. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ ഈജിപ്തുകാരാണ് ജയിക്കുന്നത്. അതിനെ തുടർന്ന് അവരെല്ലാവരും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ചു കൊട്ടാരത്തിൽ എത്തിയതിനു ശേഷം ഫറവോ ഇപ്പം മോസസിനെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഫറവോ ഇപ്പം അവന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ശരിക്കും അവിടെ നടന്നത്? ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു, എന്നാൽ അവരൊന്നും വ്യക്തമായിട്ടുള്ളൊരു മറുപടി എനിക്ക് തരുന്നില്ല. നീയെങ്കിലും എന്നോട് സംഭവിച്ച കാര്യം പറയും എന്നാണ് ഫറവോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഉണ്ടായ കാര്യം മൊത്തം മോസസ് അയാളുടെ അടുത്ത് പറയാണ്. ആ സ്ത്രീ പറഞ്ഞ കാര്യം ഫലിച്ചു. ഒരു അപകടം വന്നപ്പോൾ ഞാൻ റാമസീസിനെ രക്ഷിച്ചു. പക്ഷെ ഇത് ആ സ്ത്രീ പറഞ്ഞതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു പോയതാണ്. ഇതിൽ ദൈവത്തിന്റെ കളിയൊന്നുമില്ല എന്നാണ് മോസസ് പറയുന്നത്. അവനത് പറയുമ്പോൾ ഫറവോയ്ക്ക് ഒരു അത്ഭുതമായിരുന്നു. ഇതിൽ ദൈവത്തിന്റെ കളിയൊന്നും ഇല്ലെന്ന് അവൻ പറഞ്ഞെങ്കിലും ഇതിലൊക്കെ എന്തോ ഉണ്ട് എന്നാണ് ഫറവോ വിശ്വസിക്കുന്നത്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. ഫറവോ ഇപ്പം വീണ്ടും ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്.
ഇനിയിപ്പോൾ എന്താണ് അവരുടെ അടുത്തതായിട്ടുള്ള പ്രശ്നം എന്നാണ് അവർ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈജിപ്തിലെ ഒരു നഗരമുണ്ട്, പൈത്തോം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഈജിപ്തിന് വേണ്ടി കുറെ അടിമകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ അടിമകളുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞത്. അവര് പറയുന്നത് ഹീബ്രൂസ് എന്നാണ്. അവർക്കിടയിൽ അവിടെ എന്തൊക്കെ പ്രശ്നം നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഫറവോ ഏൽപ്പിക്കുന്നത് റാമസീസിനെയാണ്. എന്നാൽ ഫറവോ ആ കാര്യം പറയുമ്പോൾ റാമസീസ് പറയുന്നത് അടിമകളുടെ കാര്യമോ, അതൊക്കെ അന്വേഷിക്കലാണോ എന്റെ ജോലി എന്നാണ് റാമസീസ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ എന്റെ കാലം കഴിഞ്ഞാൽ നീ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ നീ മടി പിടിച്ചിരിക്കാതെ വേഗം ചെന്ന് അവിടുത്തെ വൈസ്രോയെ ചെന്ന് കാണും, എന്നിട്ട് ആ അടിമകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വാ എന്നാണ് ഫറവോ പറയുന്നത്. എന്നാൽ റാമസീസിന് ആ ജോലി ഏൽപ്പിച്ചത് അവന് തീരെ പറ്റിയിട്ടില്ല എന്ന കാര്യം മോസസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മോസസ് നേരെ റാമസീസിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടിമകളുടെ കാര്യം തിരക്കുന്നൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, അവിടേക്ക് പോയാൽ നിനക്കത് കുറച്ചിലാണ്, അതുകൊണ്ട് ആ ഒരു ജോലി ഞാൻ നോക്കിക്കോളാം എന്നാണ് മോസസ് പറയുന്നത്. റാമസീസ് ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മോസസ് ഉടനെ തന്നെ ആ പൈത്തോം എന്ന് പറയുന്ന നഗരത്തിലേക്ക് പോവാണ്. അങ്ങനെ മോസസ് ആ നഗരത്തിലേക്ക് എത്തുമ്പോൾ ആ അടിമകളൊക്കെ അവിടെ ഒരു കോറയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ അവരെയൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം നേരെ അവിടുത്തെ വൈസ്രോയെ കാണാനാണ് പോകുന്നത്. അങ്ങനെ മോസസ് വൈസ്രോയുടെ അടുത്തേക്ക് എത്തി. അവർ തമ്മിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈസ്രോയി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ ഇവിടെ എത്രമാത്രം അടിമകളുണ്ടെന്ന്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം എന്താണെന്നറിയോ? അവരുടെ മക്കളെ ഉണ്ടാക്കല്. ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല, അവരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. എനിക്കും എന്റെ ആൾക്കാർക്കും ഇവരെ ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ അടിമകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾ സൈന്യത്തിന് ഇറക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ അടിമകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുക. ഇതല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല എന്നാണ് വൈസ്രോയി പറയുന്നത്. എണ്ണം കുറയ്ക്കാനോ ഈ അടിമകളെ കൊന്നുകളയാനാണോ? അതൊന്നും നടക്കത്തില്ല. ഇപ്പൊ അവരെല്ലാവരും പാവങ്ങളെ പോലെ ആണെങ്കിലും കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാരെല്ലാവരും നിങ്ങൾക്കെതിരെ തിരിയും. അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും നിൽക്കണ്ട. ഇപ്പൊ അടിമകളുടെ പ്രശ്നം എന്താണ്? അവരോട് സംസാരിച്ച് തീരൂലേ? ഞാൻ പോയിട്ട് അവരോട് സംസാരിച്ചോളാം എന്നാണ് മോസസ് പറയുന്നത്. വൈസ്രോയി ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മോസസ് ഇപ്പം ആ അടിമകളുടെ നേതാവുമായിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണ്. ഈ നേതാവിന്റെ പേര് നൺ എന്നാണ്. എന്തിനാണ് നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ ഞങ്ങൾ ജനിച്ചു വളർന്നത് കനാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഞങ്ങൾക്ക് ഒന്നുകൂടെ ആ സ്ഥലം കാണണം എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കനാനിലേക്ക് പോകാനോ? നിങ്ങൾക്ക് കനാനിനെ കുറിച്ച് ഇപ്പൊ എന്താ അറിയാവുന്നത്? പഴയ സ്ഥലം പോലെ നല്ലത്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്തിലുള്ളതിനേക്കാളും ക്രൂരന്മാരായ ആൾക്കാരാണ് കനാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല എന്നാണ് മോസസ് പറയുന്നത്. എന്നാൽ മോസസ് അങ്ങനെ പറയുമെങ്കിലും ഞങ്ങൾക്ക് കനാനിലേക്ക് പോകണം, ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് അങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ കാര്യം കൂടെ അതിലേക്ക് എടുത്തിട്ട് കഴിയുമ്പോൾ നിങ്ങൾ പോണ്ട എന്ന് തന്നെയാണ് മോസസ് പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം മോസസ് ഇപ്പം വൈസ്രോയുടെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. ഈ സമയത്താണ് ജോഷുവ എന്ന് പറയുന്ന ഒരു അടിമ അങ്ങോട്ട് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ നണ്ണുണ്ടല്ലോ, അയാളുടെ മകനാണ് ഈ ജോഷുവ. ഇപ്പൊ ജോഷുവ മോസസിന്റെ അടുത്ത് പറയുന്നത്, അവിടെ വെച്ച് ഞങ്ങൾ നിങ്ങളോട് പറയാത്ത ചില രഹസ്യങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്യാം, പക്ഷെ അത് ഇവിടെ വെച്ച് പറ്റത്തില്ല, ഇന്ന് രാത്രി ഞങ്ങളുടെ സ്ഥലത്തേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് ജോഷു ഇപ്പൊ ഒരു കുറിപ്പെടുത്തിട്ട് മോസസിന് കൊടുക്കുകയാണ്. മോസസ് ആ കുറിപ്പ് നോക്കുമ്പോൾ അതിലെന്തൊരു സാധനം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചിഹ്നമുള്ള സ്ഥലത്തേക്ക് വരാനാണ് ഇപ്പൊ ജോഷു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജോഷുവയുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം മോസസ് ഇപ്പം ആ വൈസ്രോയുടെ അടുത്തെത്തി. ആ വൈസ്രോയി ഇപ്പൊ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അടിമകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ രേഖകളൊക്കെയാണ് മോസസ് ഇപ്പൊ പരിശോധിക്കുന്നത്. മാത്രമല്ല അയാൾ എന്തൊക്കെയായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം മോസസ് പറയുന്നത്, ഇവിടെയുള്ള ഈ രേഖകളും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതുവരെയായിട്ടും കൊട്ടാരത്തിൽ ഹാജരാക്കിയിട്ടില്ലല്ലോ, അത് ഉടനെ തന്നെ വേണം. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ ഇവിടുത്തെ രാജാവല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വല്ലാത്ത ഭരണമൊന്നും നടത്താൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് മോസസ് അവിടുന്ന് പോവാണ്. എന്നാൽ മോസസ് ആ പറഞ്ഞത് വൈസ്രോയ്ക്ക് അത്രയ്ക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ സമയം രാത്രി മോസസ് ഇപ്പൊ നേരെ പോകുന്നത് ആ അടിമകൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അവന്റെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരടയാളം മാർക്ക് ചെയ്തത്, അതും അന്വേഷിച്ചിട്ടാണ് അവനിപ്പോ നടക്കുന്നത്. അങ്ങനെ ഒരു കുടിലിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ അവൻ ആ അടയാളം കണ്ടു. അപ്പൊ ഇതിനകത്തേക്കാണ് ജോഷു വരാൻ പറഞ്ഞത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ഉടനെ തന്നെ അവൻ ആ കുടിലിന്റെ അകത്തേക്ക് കയറാണ്. ഈ സമയം അതിനകത്തായിട്ട് ആ നണ്ണും കൂട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നണ്ണിപ്പം അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ മോസസിന്റെ അടുത്ത് പറയാണ്. നിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം നിന്റെ അമ്മയായ ബിത്തിയ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ വിചാരം നിന്റെ അച്ഛൻ ഫറവോയുടെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു സൈന്യാധിപനാണെന്നല്ലേ? എന്നാൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു സൈന്യാധിപനില്ല. നീ ആരാണെന്നും നിന്റെ ജനനം എവിടെയായിരുന്നു എന്ന കാര്യമൊക്കെ എനിക്കറിയാം. അതേ മോസസ്, നീയും ഞങ്ങളെപ്പോലെ ഒരു ഹീബ്രു ആണ്. നിന്റെ ജനന സമയത്ത് ഒരു പ്രവചനം ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഹീബ്രൂസിനെ അടിമപ്പണികളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരു നേതാവ് ജനിക്കുമെന്ന്. ആ ഒരു പ്രവചനത്തെക്കുറിച്ച് ഫറവോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായ മുഴുവൻ ഹീബ്രു കുഞ്ഞുങ്ങളെയും കൊന്നുകളയാനാണ് രാജാവ് ഉത്തരവിട്ടത്. എന്നാൽ ഒരു കാരണവശാലും നീ മരിക്കാൻ പാടില്ല എന്നായിരുന്നു നിന്റെ അച്ഛനും അമ്മയ്ക്കും. അതുകൊണ്ട് തന്നെ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കൊരു സിസ്റ്റർ ഉണ്ട്, അവളുടെ പേര് മിരിയം എന്നാണ്. നിന്റെ അച്ഛനും അമ്മയും കൈക്കുഞ്ഞായ നിന്നെ എടുത്തിട്ട് അവളെ ഏൽപ്പിച്ചു. അവൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഒരു കൊട്ടയിലാക്കിയിട്ട് ഒരു പുഴയിലോട് ഒഴുക്കി വിടുകയും ചെയ്തു.
അവക്കറിയാമായിരുന്നു ആ പുഴയുടെ അപ്പുറത്തായിട്ട് ഫറവോയുടെ മകളായ ബിത്തി എന്നും കുളിക്കാൻ വരാറുണ്ടെന്ന്, അതായത് റാമസീസിന്റെ സിസ്റ്റർ. അങ്ങനെ മിരിയം പ്രതീക്ഷിച്ച പോലെ തന്നെ ബിത്തിക്ക് നിന്നെ കിട്ടി. സ്വന്തം കുഞ്ഞിനെ പോലെ അവൾ നിന്നെ വളർത്തുകയും ചെയ്തു. മാത്രമല്ല നിന്റെ സിസ്റ്ററായ മിരിയത്തിനെ അവൾ കൊട്ടാരത്തിലെ വേലക്കാരിയാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊന്നും ബിത്തി ഇതുവരെയായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവത്തില്ല എന്ന കാര്യം എനിക്കറിയാം. നിന്നോട് മാത്രമല്ല, അവൾ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അതേ മോസസ്, നീയും ഞങ്ങളെപ്പോലെ ഒരു അടിമയാണ്. ഈ ഒരു കാര്യമാണ് നണ്ണിപ്പോ മോസസിന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ ഇവർ ഈ സംസാരിക്കുമ്പോൾ ഈ ഹീബ്രുകൾക്കിടയിലെ 2 ചാരന്മാരത് അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ നണ്ണ അങ്ങനെ ഒരു കഥ പറഞ്ഞെങ്കിലും താൻ ഒരു അടിമയാണ് എന്നൊന്നും വിശ്വസിക്കാൻ മോസസിന് കഴിയുന്നില്ല. നിങ്ങൾ വെറുതെ കഥ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അവൻ ആ കുടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് 2 കാവൽക്കാർ അങ്ങോട്ട് വരുന്നത്. അപ്പൊ നീ ഒരു അടിമയാണല്ലേ, എന്നിട്ടാണോ ഞങ്ങളെ ഭരിക്കാൻ വരുന്നത് എന്നാണ് ആ കാവൽക്കാർ ചോദിക്കുന്നത്. എന്നാൽ മോസസ് ആണെങ്കിൽ ഓൾറെഡി നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ അവരുടെ ആ ചോദ്യം കൂടെ കേൾക്കുമ്പോൾ അവന്റെ ദേഷ്യം കൂടി. അവൻ പെട്ടെന്ന് തന്നെ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് മോസസ് അവന്മാരെ 2 പേരെയും കൊന്നു കളഞ്ഞു. അതിനുശേഷം അവൻ വേഗം തന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവിടെ നേരത്തെ ഒളിഞ്ഞു കേട്ടോണ്ടിരുന്ന 2 ചാരന്മാരുണ്ടല്ലോ, അവന്മാര് നേരെ പോകുന്നത് ആ വൈസ്രോയിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവരിപ്പം മോസസ് ഒരു അടിമയാണെന്നുള്ള കാര്യം അയാളുടെ അടുത്ത് പറയാണ്. അയാളാണെങ്കിൽ അവനെതിരെ എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം അവർ പറയുമ്പോൾ അയാൾക്കും ശരിക്കും സന്തോഷമായി. അങ്ങനെ മോസസ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തി. അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അവനെ കാത്തിരുന്നത്. ഫറവോയ്ക്ക് തീരെ വയ്യ, എപ്പോ വേണമെങ്കിലും അയാൾ മരിച്ചു പോകും. അങ്ങനെ മോസസ് കൊട്ടാരത്തിലേക്ക് എത്തിയെന്ന് അറിയുമ്പോൾ ഫറവോ ഇപ്പം അവൻ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നാൽ അവന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം പ്രകടമാണ്. അത് കാണുമ്പോൾ ഫറവോ ചോദിക്കുന്നത്, നിനക്കിത് എന്തു പറ്റി? നിന്നെ കണ്ടാൽ തന്നെ അറിയാലോ നിനക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടെന്ന്. എന്താണ് സംഭവം എന്നാണ് ഫറവോ ചോദിക്കുന്നത്. അതേക്കുമ്പോ ഒന്നുമില്ല, നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്ക് ഇത്ര വിഷമം എന്നാണ് അവൻ പറയുന്നത്. അല്ല മോസസ്, നിന്റെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ കാര്യം പറയട്ടെ എന്നാണ് ഫറവോ ചോദിക്കുന്നത്. അപ്പൊ തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രാജാവിനും അറിയാം എന്ന കാര്യം മോസസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയണ്ട എന്നാണ് അവനെതിരെ മറുപടി പറയുന്നത്. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്നൊക്കെ കുറച്ച് അപ്പുറത്ത് നിന്ന് റാമസീസും കാണുന്നുണ്ട്. അച്ഛന്റെ ആ അവസ്ഥയിൽ അവന് വലിയ സങ്കടമൊന്നുമില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം രാജാവ് മരിച്ചുപോയി. ഇനി കാണിക്കുന്നത് ഫറവോയുടെ മമ്മിഫിക്കേഷൻ ആണ്. അയാളുടെ ദേഹത്തൊക്കെ തുണി പൊതിഞ്ഞു കെട്ടിയിട്ട് അയാൾ ഒരു പെട്ടിയിലേക്ക് ആക്കി. അങ്ങനെ ഈ ഒരു പരിപാടിക്ക് ശേഷം ഇനി അടുത്ത രാജാവിന്റെ കിരീടധാരണമാണ്. അതിനുവേണ്ടി റാമസീസ് ഇപ്പം രാജാവിന്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് അവിടുത്തെ സിംഹാസനത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ രാജാവായി കഴിഞ്ഞതിന് ശേഷം റാമസീസ് ഇപ്പം അയാളുടെ ഭരണമൊക്കെ തുടങ്ങി. രാജ്യത്തായിട്ട് ഉടനെ തന്നെ നല്ല വലിപ്പമുള്ള ചില പ്രതിമകൾ ഉണ്ടാക്കണം. മാത്രമല്ല അവരുടെ ഫാമിലിക്ക് വേണ്ടി ഒരു ഭീമൻ കല്ലറ പണിയണം. ഈ കാര്യങ്ങളുടെ ഡിസ്കഷനാണ് റാമസീസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നമ്മുടെ ആ വൈസ്രോയ് അങ്ങോട്ട് വരുന്നത്. വൈസ്രോയ് വന്ന ഉടനെ തന്നെ പറയുന്നത്, എനിക്ക് നിങ്ങളോട് സീക്രട്ട് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാനത് പറയത്തില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം പുറത്തേക്ക് വിടണം എന്നാണ് വൈസ്രോയ് പറയുന്നത്. ആ കൂട്ടത്തിൽ മോസസ് നിൽക്കുന്നുണ്ട്. മോസസിനെ കുറിച്ച് പറയാനാണ് അയാൾ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടുന്ന് പുറത്താക്കണം എന്ന് വൈസ്രോയ് പറഞ്ഞത്. റാമസീസ് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ ആ റൂമിൽ നിൽക്കുന്ന എല്ലാവരും പുറത്തേക്ക് പറഞ്ഞു വിട്ടു. എല്ലാവരും പോയി കഴിയുമ്പോൾ വൈസ്രോയ് വേഗം ചെന്നിട്ട് റാമസീസിന് മുമ്പിൽ ഒന്ന് വണങ്ങാണ്. അതിനുശേഷം മോസസിനെ കുറിച്ച് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു. അങ്ങനെ സമയം രാത്രി റാമസീസ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോസസ് അവന്റെ അടുത്തേക്ക് വന്നു. ഈ സമയം ആ വൈസ്രോയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ റാമസീസ് ഇപ്പൊ മോസസിന്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുന്ന മോസസ് പറയുന്നത്, അതൊക്കെ ചുമ്മാ കഥകളാണ്, നീ അവൻ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പോരുതെന്നാണ്. എന്നാൽ റാമസീസിന് എന്തുകൊണ്ടോ ഇപ്പൊ മോസസിന് വിശ്വാസം വന്നില്ല. അതുകൊണ്ട് തന്നെ അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി അയാളിപ്പം അയാളുടെ സിസ്റ്ററായ ബിത്തി അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഈ മോസസിനെ പുഴയിൽ നിന്ന് കിട്ടിയതാണെന്ന്. എന്നാൽ അവളും ആ കാര്യം നിഷേധിക്കുകയാണ്. ഈ സമയം റാമസീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മോസസിന്റെ സിസ്റ്റർ എന്ന് പറയുന്ന ഒരാളവിടെ വേലക്കാരിയായിട്ടുണ്ടല്ലോ, മിറിയം, അവളെ അങ്ങോട്ട് വിളിപ്പിച്ചു. എന്നിട്ട് മോസസ് നിന്റെ ബ്രദർ ആണോ എന്നാണ് റാമസീസ് ചോദിക്കുന്നത്. എന്നാൽ അവളും അത് അംഗീകരിക്കുന്നില്ല. അതും കൂടെ ആവുമ്പോൾ റാമസീസിന് ശരിക്കും ദേഷ്യം വന്നു. അയാളിപ്പം മിറിയത്തിന്റെ അടുത്ത് പറയുന്നത്, നിന്റെ കൈ ഈ ടേബിളിലേക്ക് നീട്ടിവെക്കുന്നതാണ്. അവളാണെങ്കിൽ അതുപോലെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവള് കൈ നീട്ടി കഴിയുമ്പോൾ റാമസീസ് ഒരിക്കൽ കൂടെ ആ കാര്യം തന്നെ ചോദിക്കുകയാണ്, സത്യം പറഞ്ഞോ, ഈ മോസസ് നിന്റെ ബ്രദർ അല്ലേ? നീ സത്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിക്കളയും എന്നാണ് റാമസീസ് പറയുന്നത്. എന്നാൽ അയാൾ അങ്ങനെ പറഞ്ഞിട്ടും അവൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റാമസീസ് അവളുടെ കൈ വെട്ടാൻ തുടങ്ങുകയാണ്. എന്നാൽ അയാൾ വെട്ടുമ്പോഴേക്കും മോസസ് വന്നിട്ട് പിടിച്ചു. നിനക്ക് എന്താണ് അറിയേണ്ടത്? ഞാൻ പറയാം, നീ കേട്ടതൊക്കെ സത്യമാണ്, ഞാനും ഒരു ഹീബ്രു ആണ് എന്നാണ് അവൻ പറയുന്നത്. ഇപ്പൊ മോസസ് തന്നെ നേരിട്ട് പറഞ്ഞതുകൊണ്ട് റാമസീസ് പിന്നൊന്നും മിണ്ടുന്നില്ല. അയാൾ ഉടനെ തന്നെ മോസസിനെ ജയിലിൽ അടയ്ക്കുകയാണ്. എന്നാൽ അവനെ കൊല്ലാനല്ല റാമസീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി മൊത്തം ഈ ജയിലിൽ കടന്നിട്ട് നാളെ അവനെ നാട് കടത്താനാണ് റാമസീസ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയം തന്നെ റാമസീസിന്റെ അമ്മയായ ടൂയ ഇപ്പം റാമസീസിന്റെ അടുത്തേക്ക് വന്നു. ഇപ്പൊ സത്യം മൊത്തം പുറത്തായില്ലേ, എന്നിട്ടും നീ എന്തിനാണ് അവനെ നാട് കടത്താൻ തീരുമാനിച്ചത്? അവനെ അങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. ഈ ടൂയയ്ക്ക് ഓൾറെഡി മോസസിന് ഇഷ്ടമല്ല. ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ അവനെ കൊല്ലാനാണ് ഇവളിപ്പോ തിടുക്കം കാണിക്കുന്നത്.
എന്നാൽ അമ്മ അങ്ങനെ പറയുമ്പോൾ റാമസീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞ കാര്യമൊക്കെ സത്യമാണോ എന്ന കാര്യം ഇതുവരെയായിട്ടും തെളിഞ്ഞിട്ടില്ല. മിറിയത്തിന്റെ കൈ ഞാൻ വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് അവൻ അങ്ങനെ പറഞ്ഞത്. എങ്കിലും അവൻ എന്തോ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവനെ നാട് കടത്താൻ ഞാൻ പറഞ്ഞത്. അവനിവിടുന്ന് പോട്ടെ, ആരും അറിയാതെ നമുക്ക് അവനെ ഫോളോ ചെയ്യാം. അവൻ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് കാണാലോ. അപ്പൊ അവനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും എന്നാണ് റാമസീസ് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി കൊട്ടാരത്തിലെ ആൾക്കാരൊക്കെ മോസസിനെ ഇപ്പം ആ നാട്ടിൽ നിന്ന് വെളിയിലേക്കാക്കി. അവരുടെ കൂട്ടത്തില് ബിത്തിയും ഉണ്ട്, അതേപോലെ മിറിയും ഉണ്ട്. അങ്ങനെ മോസസിനെ അവിടെ ആക്കിയിട്ട് അവർ തിരിച്ചു പോകാൻ നേരത്താണ് മോസസ് ഇപ്പം ആ പടയാളികളുടെ അടുത്തൊരു കാര്യം പറയുന്നത്. എനിക്ക് എന്റെ അമ്മയുടെ അടുത്തൊന്ന് സംസാരിക്കണം എന്നാണ് അവൻ പറയുന്നത്. അവരാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഹീബ്രു ആണെന്നുള്ള കാര്യം ഇതുവരെയായിട്ട് അവന് വിശ്വാസമായിട്ടില്ല. അതൊന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് അവൻ ബിത്തിയുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ റാമസീസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ ഉറപ്പായിട്ടും സത്യം പറയും എന്ന കാര്യം അവനറിയാം. അങ്ങനെ മോസസ് ഇപ്പം ബിത്തിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് അവനൊരു ഹീബ്രു ആണോന്ന്. ഈ സമയത്ത് ബിത്തി ആ സത്യം വെളിപ്പെടുത്താണ്. നേരത്തെ ആ നൺ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. മിറിയൻ തന്നെയാണ് അവനെ പുഴയിലേക്ക് ഒഴുക്കി വിട്ടത്. അതിനെ തുറന്ന് ബിത്തിയേക്ക് അവനെ കിട്ടുമായിരുന്നു. മിറിയവും ഈ സമയത്ത് അത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല അവൻ കുട്ടിയായിരുന്ന സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റും കൂടെ അവൾ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ അവന്റെ യഥാർത്ഥ പേര് എഴുതി വെച്ചിട്ടുണ്ട്. മോശ എന്നാണ് അവന്റെ യഥാർത്ഥ പേര്. ആ കാര്യങ്ങളൊക്കെ അവർ പറയുമ്പം അവന് ശരിക്കൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ കുറച്ചു സമയം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം അവരെല്ലാവരും അവിടുന്ന് പോവാണ്. അതോടുകൂടെ മോസസ് ഇപ്പോൾ ഒറ്റയ്ക്കായി. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവന്റെ കൂടെ ആകെയുള്ളത് ഒരു കുതിര മാത്രമാണ്. കുറെ നടന്ന് ക്ഷീണിക്കുമ്പോൾ അവൻ അവിടെ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കും. എന്നിട്ട് വിശപ്പ് മാറ്റാൻ വേണ്ടി കൈ കിട്ടുന്നൊക്കെ അവൻ തിന്നുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ കുതിരപ്പുറത്തായിട്ട് ഒരു പുതപ്പ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു സാധനം ഇരിക്കുന്നുണ്ട്. അതിപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അവനത് ചെന്ന് എടുത്തു നോക്കുമ്പോൾ അത് റാമസീസിന്റെ വാളായിരുന്നു. എന്നാൽ അവനല്ല അത് അവിടെ എടുത്തു വെച്ച്. പിന്നെ ആരാണത് ചെയ്തത് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പിന്നെ അവൻ നടക്കാൻ തുടങ്ങി. അതിനിടയിലാണ് നല്ല ശക്തമായിട്ടുള്ള പൊടിക്കാറ്റടിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അവൻ ആ കുതിരയും കൊണ്ട് അതിനിടയിൽ കൂടെ നടക്കുന്നത്. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ അവൻ വല്ലാതെ ക്ഷീണിച്ചു. അവൻ മാത്രമല്ല ആ കുതിരയും ക്ഷീണിച്ചു. അതിപ്പോ താഴേക്ക് തളർന്നു വീണിരിക്കുകയാണ്. ഇപ്പൊ കുതിരയ്ക്ക് നടക്കാൻ വയ്യാത്തോണ്ട് കുറെ സമയം അവൻ അവിടെ റെസ്റ്റ് എടുത്തു. അങ്ങനെ പിറ്റേ ദിവസമാണ് അവൻ എഴുന്നേക്കുന്നത്. ഈ സമയം അവൻ നോക്കുമ്പോൾ ആ കുതിര ചത്തു കിടക്കാണ്. ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊന്നും അവനൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയത്താണ് രണ്ടാൾക്കാർ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ അത് അവനെ കൊല്ലാൻ വേണ്ടി റാമസീസ് പറഞ്ഞയച്ച ആൾക്കാരാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ അവന്റെ വാളെടുത്തിട്ട് അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ അവൻ അവന്മാരെ കൊന്നുകളയും ചെയ്തു. എന്നിട്ട് അവന്മാരുടെ 2 കുതിരകളെ എടുത്തിട്ട് അവൻ പിന്നെയും നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് ഒരു മല കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു ജീവിയെ കാണുന്നത്. ഉടനെ തന്നെ അവൻ അതിനെ കൊന്നുകളഞ്ഞു. അതോടുകൂടെ ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യം അവന് കുശാലായി. അങ്ങനെ അവൻ ആ ജീവിയെ ചുട്ടു നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവനിപ്പോ വന്ന വഴികളൊക്കെ അവനൊരു മാപ്പ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും അവൻ ആ കുതിരകളെയും കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്ന് അവനിപ്പോ ഒരു കടൽ തീരത്തെത്തി. ഇതിനെ പറയുന്നത് ചുവന്ന കടൽ എന്നാണ്. ഇപ്പൊ വേലിയിറക്കത്തിന് സമയമാണ്. അതുകൊണ്ട് അവിടെ തീരെ വെള്ളമില്ല. അവൻ ഈസി ആയിട്ട് ആ കുതിരകളെയും കൊണ്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേഗം തന്നെ അവൻ ആ കുതിരകളെയും കൊണ്ട് ആ കടലും ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ ആ കടൽ ക്രോസ് ചെയ്ത് പിന്നെയും കുറെ നടന്നു കഴിയുമ്പോൾ അവൻ എത്തിച്ചേരുന്നത് ഒരു ഗ്രാമത്തിന്റെ അടുത്താണ്. അവൻ നോക്കുമ്പോൾ അവിടെ ഒരു കിണർ കാണുന്നുണ്ട്. അതിന്റെ അടുത്തായിട്ട് കുറെ സ്ത്രീകളും. അവരെല്ലാവരും ഇപ്പൊ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ഗ്രാമത്തിലെ വേറെ ചില ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ നിങ്ങളെല്ലാവരും മാറി നിൽക്ക്, ഞങ്ങൾ വെള്ളം എടുത്തിട്ട് നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ ആ സ്ത്രീകൾ അവിടുന്ന് മാറ്റി നിർത്താണ്. ഇതെല്ലാം മോസസും കേൾക്കുന്നുണ്ട്. അവർ പറയുന്നൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഇരുന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ആ കൂട്ടത്തിലൊരുത്തൻ മോസസിന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ ഏതാടാ, നിന്നോട് ആര് പറഞ്ഞു വെള്ളം കുടിക്കാൻ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ മോസസ് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അതിന് പകരം അവൻ അവന്റെ വാളെടുത്തിട്ട് മുന്നിലേക്ക് വെക്കുകയാണ്. ആ വാള് കാണുമ്പോൾ അമ്മമാര് ശരിക്കും പേടിച്ചുപോയി. പിന്നീട് അവന്മാരൊന്നും പറയുന്നില്ല. ഈ സമയം ആ ലേഡീസിന്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് സിപ്പോറ എന്നാണ്. അവനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അവനിപ്പോ ഒരു ഷെൽട്ടർ ആവശ്യമുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അവൾ അവനെയും വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം സിപ്പോറ ആദ്യം മോസസിനെ അവളുടെ അച്ഛന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവനെ കാണുമ്പം അവളുടെ അച്ഛൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അവന്റെ അരയിൽ കാണുന്ന വാളുകളാണ്. ശരിക്കും നീ ആരാണ്, നീ എവിടുന്നാണ് വരുന്നത്, നീ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തുകൊണ്ട് ആരെങ്കിലും നിന്നെ നാട് കടത്തിയതാണോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യാണോ, നിങ്ങളുടെ മകൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നപ്പം ഇതുപോലെ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നാണ് അവൻ പറയുന്നത്. ഏയ് ചോദ്യം ചെയ്യലൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചാണ്, കുഴപ്പമൊന്നുമില്ല, നീ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചോ എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് കുറച്ച് ദിവസത്തേക്ക് അവൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ അവിടെ താമസിക്കുന്ന ആ സമയത്ത് അവൻ സിപ്പോരയുമായിട്ട് കൂടുതൽ അടുത്തു. അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ ആ പ്രണയം അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ആ കാര്യത്തിൽ അവളുടെ അച്ഛനും സന്തോഷമായിരുന്നു. അതുകൊണ്ട് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അയാൾ സിപ്പോരയെ മോസസിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മോസസിന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ 9 വർഷമായി. ഈ സമയം കൊട്ടാരത്തിലാണെങ്കിൽ റാമസീസിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഇങ്ങനെ വലിയ വലിയ പ്രതിമകളും അതേപോലെ ശവകുടീരങ്ങളും പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനി മോസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവനൊരു കുഞ്ഞ് ജനിച്ചു. ഒരാൺകുട്ടിയാണ്. ഗർഷോം എന്നാണ് അവരവന് പേര് കൊടുത്തത്.
അവനിപ്പോ 9 വയസ്സായി. ഇന്നത്തെ ദിവസം മോസസ് അവന് ചില കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ വലിയൊരു മല കാണുന്നുണ്ട്. മോസസ് ഇപ്പം ആ മലയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾ ആ മല കയറിയിട്ടുണ്ടോ എന്നാണ് ഗർഷം ചോദിക്കുന്നത്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിനക്കെന്താ ആ മല കയറാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമൊന്നുമില്ല. നമുക്ക് ആ മല കയറാൻ പാടില്ല, നമുക്ക് വിലക്കുണ്ട്, അത് ദൈവത്തിന്റെ മലയാണ് എന്നാണ് ഗർഷം പറയുന്നത്. അവൻ അത് പറയുമ്പം ദൈവത്തിന്റെ മലയാണോ, എന്നാ പിന്നെ അതൊന്ന് കയറിയിട്ട് തന്നെ കാര്യം എന്നാണ് മോസസ് ചിന്തിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സിപ്പോറ ഇപ്പൊ മോസസിന്റെ അടുത്തേക്ക് വന്നു. അവള് വല്ലാത്ത ദേഷ്യത്തിലാണ്. നിങ്ങൾ എന്തിനാണ് നമ്മുടെ മകൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത്? നിങ്ങൾക്കോ ദൈവത്തിന് വിശ്വാസമില്ല, പക്ഷെ എനിക്കുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവനും വിശ്വസിച്ചോട്ടെ, എന്നിട്ട് അവനൊന്ന് പ്രായമാവട്ടെ, ആ സമയത്ത് അവൻ തീരുമാനിച്ചോളും എന്തിൽ വിശ്വസിക്കണമെന്ന്. അല്ലാതെ നിങ്ങൾ അവന്റെ ചിന്തകളൊന്നും മാറ്റാൻ നിൽക്കണ്ട എന്നാണ് സിപ്പോറ പറയുന്നത്. അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴും മോസസ് ചിന്തിക്കുന്നത് ആ മലയെക്കുറിച്ച് തന്നെയാണ്. ഇന്ന് തന്നെ ആ മല കയറിയിട്ട് തന്നെ കാര്യം എന്നാണ് അവനിപ്പോ ചിന്തിക്കുന്നത്. അങ്ങനെ രാത്രിയാവുമ്പോൾ അവൻ ആ മല കയറാൻ തുടങ്ങി. നല്ല ഇടിയും മഴയുണ്ട്. അവനിങ്ങനെ ആ മല കയറി പോകുന്നത് താഴെ നിന്നും സിപ്പോറയും കാണുന്നുണ്ട്. പക്ഷെ അവനെ തടഞ്ഞിട്ട് കാര്യമില്ല എന്ന കാര്യം അവൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവൾ ഒന്നും പറയാതെ നിൽക്കുന്നത്. അങ്ങനെ കുറെ കയറി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ മലയുടെ മുകളിൽ നിന്നും കുറെ പാറക്കല്ലുകൾ ഇങ്ങനെ ഉരുണ്ടു വരുന്നത്. മാത്രമല്ല നല്ല ചളിയും ഉണ്ടായിരുന്നു അതിൽ. അതോടുകൂടെ അവൻ താഴേക്ക് വീണു പോവാണ്. പിന്നീട് അവന് ബോധം വരുമ്പോൾ അവൻ ആ ചളിക്കിടെ കിടക്കാണ്. അവന് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. അവൻ കിടക്കുന്നതിന്റെ തൊട്ട മുമ്പിലായിട്ട് ഒരു കുറ്റിച്ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിപ്പോ തീ പിടിച്ചു. മാത്രമല്ല ഒരു ചെറിയ പയ്യനും അങ്ങോട്ട് വന്നു. ആ പയ്യനെ കാണുമ്പോൾ നിനക്ക് എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചൂടെ എന്നാണ് മോസസ് ചോദിക്കുന്നത്. എന്നാൽ അവൻ വിചാരിച്ച പോലെ അതൊരു സാധാരണ പയ്യനായിരുന്നില്ല. ഇവൻ ദൈവത്തിന്റെ ഒരു ദൂതനാണ്. ഇവന്റെ പേരാണ് മാലക്. പക്ഷെ ഇവൻ ദൈവത്തിന്റെ ദൂതനാണ് എന്ന കാര്യമൊന്നും മോസസിന് മനസ്സിലായിട്ടില്ല. അവൻ ഇപ്പോഴും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ആ പയ്യൻ മോസസിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നില്ല. അവനിപ്പം ചില കാര്യങ്ങളൊക്കെ മോസസിന്റെ അടുത്ത് പറയാണ്. പൈത്തോമിൽ ആ അടിമകളായിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ രക്ഷിക്കാൻ എനിക്കൊരു സേനാനായകനെ വേണം. നിന്നെയാണ് ഞാൻ അതിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവര് നിന്റെ ആളുകളല്ലേ, നീ വേഗം തന്നെ പോയിട്ട് അവരെ മോചിപ്പിക്കണം എന്നാണ് ആ പയ്യൻ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം മാലക് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതൊക്കെ കണ്ട് മോസസ് ആണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് അവന് ബോധം വരുമ്പോൾ അവനിപ്പോ അവന്റെ ഭാര്യയുടെ കൂടെയാണ്. അവനിപ്പോ തീരെ വയ്യ. കാലിനൊക്കെ നല്ല രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട്. എങ്കിലും അവനിപ്പോ സ്വബോധമുണ്ട്. അവനിപ്പം ഉണ്ടായ കാര്യങ്ങളൊക്കെ അവന്റെ ഭാര്യയുടെ അടുത്ത് പറയാണ്. എന്റെ മുന്നിൽ നിന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ടു, അതൊരു കുട്ടിയുടെ രൂപത്തിൽ എന്നാണ് അവനിപ്പോ സിപ്പോറയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ദൈവം നിങ്ങളുടെ മുമ്പിൽ കുട്ടിയുടെ രൂപത്തിൽ വന്നോ? ഇത്രയും കാലം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിശ്വാസം വരുന്നത്? പിന്നെ ദൈവം ഒന്നും കുട്ടിയുടെ രൂപത്തിലൊന്നും വരത്തില്ല. ആ വീഴ്ചയില് നിങ്ങളുടെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ അവനെ സമാധാനിപ്പിക്കുകയാണ്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മോസസ് ആണെങ്കിൽ അവന്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ കാലിലെ പരിക്കൊക്കെ ഭേദമായി. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ആ പൈത്തോമിലേക്ക് എത്തണം, എന്നിട്ട് അവിടുത്തെ അടിമകളെയൊക്കെ മോചിപ്പിക്കണം. അതാണ് അവനിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്തിനാണ് പോകുന്നതെന്നോ അവന്റെ ഭാര്യയുടെ അടുത്ത് പറയുന്നില്ല. എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവൻ പോകുന്നതിൽ അവന്റെ ഭാര്യയ്ക്കും മകനും തീരെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ പോകാതിരിക്കാൻ അവനെ കൊണ്ടും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരുന്നു പറഞ്ഞിട്ട് അവൻ വേഗം പൈത്തോമിലേക്ക് പുറപ്പെടുകയാണ്. അവൻ എങ്ങനെയാണോ അങ്ങോട്ട് വന്നത് അതേ വഴി തന്നെയാണ് അവൻ തിരിച്ചു പോകുന്നത്. അങ്ങനെ ആ ചുവന്ന കടലും ക്രോസ് ചെയ്ത് അവനിപ്പോൾ ഒരു മല കയറാൻ തുടങ്ങി. വന്ന വഴിയൊക്കെ അവൻ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പോകാൻ അവന് എളുപ്പമായിരുന്നു. അങ്ങനെ കുറെ യാത്ര ചെയ്ത് സമയം രാത്രി ആയി കഴിഞ്ഞപ്പോൾ ആ അടിമകൾ വർക്ക് ചെയ്യുന്ന കോറിയുടെ മുകളിലേക്ക് അവൻ എത്തി. അവനിപ്പോൾ ആ അടിമകൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടുത്തെ ചില കാഴ്ചകളൊക്കെ അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ വർക്ക് ചെയ്യുന്ന കുറെ അടിമകളിൽ ചില ആൾക്കാരൊക്കെ മരിച്ചു വീഴുന്നുണ്ട്. മരിച്ചു വീണ ഉടനെ തന്നെ ബാക്കിയുള്ള അടിമകൾ വന്നിട്ട് ആ മരിച്ച ആൾക്കാരെടുത്ത് അവിടുത്തെ തീയിലേക്ക് ഇടുകയാണ്. ഈ ഒരു കാഴ്ചയാണ് അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. അങ്ങനെ കുറച്ചു സമയം അതിലേക്കൊക്കെ ഒന്ന് നോക്കി നിന്നതിന് ശേഷം അവൻ നേരെ പോകുന്നത് ആ നണ്ണിന്റെ വീട്ടിലേക്കാണ്. അവൻ അവിടേക്ക് ചെന്ന് വാതിലും മുട്ടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ജോഷ് ഉണ്ടല്ലോ, അവനാണ് വാതിൽ തുറക്കുന്നത്. അവനിപ്പോൾ മുടിയൊക്കെ വളർന്നു. അവൻ വാതിൽ തുറന്നു കഴിയുമ്പോൾ നണ്ണും അങ്ങോട്ട് വന്നു. അയാൾ ഉടനെ തന്നെ മോസസിനെ അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ മോസസിനെ അകത്തേക്ക് വിളിച്ചതിന് ശേഷം നണ്ണിപ്പം മറ്റൊരാളെ മോസസിന് പരിചയപ്പെടുത്തി. ഇവന്റെ പേരാണ് ആരോൺ. ഇവൻ മോസസിന്റെ സഹോദരനാണ്. ആരോൺ മാത്രമല്ല, അവനൊരു മകനുമുണ്ട്. ഇത്തമാർ എന്നാണ് അവന്റെ പേര്. അങ്ങനെ തന്റെ ബ്രദറിനെ ഒന്ന് നോക്കിയതിനു ശേഷം ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യമൊക്കെ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റാമസീസ് ഇപ്പം തന്റെ കൊട്ടാരത്തിൽ നല്ല ഉറക്കമായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു ദുസ്വപ്നം കണ്ട് അവൻ ഞെട്ടി എഴുന്നേറ്റു. അവനിപ്പോ ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ ഭാര്യയും മകനുമാണ്. അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ തന്നെ തന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്നാണ് റാമസീസ് ചെക്ക് ചെയ്യുന്നത്. എന്നാൽ ഭാര്യയ്ക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അവന്റെ മകന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം മകനെ ഒന്ന് ചെക്ക് ചെയ്തു. മകനും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ചെറിയ കുട്ടിയാണത്. അങ്ങനെ തന്റെ കുഞ്ഞിനെയും കൂടെ ഒന്ന് നോക്കിയതിനു ശേഷം റാമസീസ് നേരെ പോകുന്നത് അയാളുടെ കുതിരകളുടെ അടുത്തേക്കാണ്. എന്നിട്ട് കുതിരയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മോസസ് അങ്ങോട്ട് വരുന്നത്. മോസസ് വന്ന ഉടനെ തന്നെ അവന്റെ വാളെടുത്തിട്ട് റാമസീസിന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. മോസസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അറിയുമ്പോൾ റാമസീസിന് ശരിക്കും അത്ഭുതമായിരുന്നു.
ഈ സമയം മോസസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നീ എന്നെ നാട് കടത്തിയപ്പം എന്നെ കൊല്ലാനും നീ 2 ആൾക്കാരെ അയച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്നാണ് മോസസ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഞാൻ നിന്നെ കൊല്ലാൻ ആരെ അയച്ചിട്ടില്ല, അതെന്റെ അമ്മയാണ് അയച്ചത് എന്നാണ് റാമസീസ് പറയുന്നത്. എന്നാൽ മോസസ് അത് വിശ്വസിക്കുന്നില്ല. നീ ചുമ്മാ കളവ് പറയാൻ നിൽക്കേണ്ട റാമസീസ്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അല്ല മോസസ്, ഞാൻ സത്യമാണ് പറയുന്നത്. നീ മരിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചത് എന്റെ അമ്മയാണ്. അല്ലെങ്കിൽ പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ വാള് നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? നിനക്ക് കുതിരപ്പുറത്തുനിന്നല്ലേ? ഞാനല്ലാതെ വേറെ ആരെങ്കിലും അത് അവിടെ വെക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക എന്നാണ് റാമസീസ് പറയുന്നത്. ഓക്കെ, ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഞാനിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഇങ്ങോട്ട് വന്നത്. എനിക്ക് നിന്റെ സിംഹാസനവും വേണ്ട. എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് ആ അടിമകളെ കുറിച്ചാണ്. അവരുടെ അവസ്ഥ നീ കണ്ടോ? അതിന് നീ എപ്പോഴെങ്കിലും അവിടേക്ക് പോയി നോക്കിയിട്ടുണ്ടോ? ഓരോ ദിവസവും കുറെ ആൾക്കാരാണ് അവിടെ മരിച്ചു വീഴുന്നത്. അതിനി സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കണം. എന്നിട്ട് ഈ ഈജിപ്തിലെ ആളുകൾക്ക് കൊടുക്കുന്ന എല്ലാ പരിഗണനയും അവർക്കും കൊടുക്കണം എന്നാണ് മോസസ് പറയുന്നത്. അതേക്കുമ്പം നീ എന്തൊക്കെയാണ് മോസസ് ഈ പറയുന്നത്? അടിമകളെ മോചിപ്പിക്കാനോ? അവരെന്നിട്ട് എങ്ങോട്ട് പോകും? അവരിവിടുന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ പരസ്പരം തല്ലിച്ചാവത്തേ ഉള്ളൂ. മാത്രമല്ല, അവരിവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ ഈജിപ്തിന്റെ എക്കണോമി എന്തായി തീരും എന്നതിനെ കുറിച്ച് നിനക്ക് വല്ല ചിന്തയുണ്ടോ എന്നൊക്കെയാണ് റാമസീസ് ചോദിക്കുന്നത്. എന്നാൽ റാമസീസ് എന്തൊക്കെ പറഞ്ഞിട്ടും അവരെ മോചിപ്പിക്കണം എന്ന് തന്നെയാണ് മോസസ് പറയുന്നത്. അവങ്ങനെ വാശി പിടിക്കുന്ന കാണുമ്പോൾ ഓക്കെ, എന്തായാലും നീ എനിക്ക് കുറച്ച് സമയം എന്താ, അതിനുശേഷം അവരെ മോചിപ്പിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അടിമകളുടെ വാക്ക് കേട്ടിട്ടാണോ നീ ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നാണ് റാമസീസ് അടുത്തായിട്ട് ചോദിക്കുന്നത്. അല്ല റാമസീസ്, അവര് പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ ഇപ്പൊ അങ്ങോട്ട് അയച്ചിരിക്കുന്നത് ദൈവമാണ് എന്നാണ് മോസസ് പറയുന്നത്. അത് കേൾക്കുന്ന റാമസീസിന് ചിരിയാണ് വരുന്നത്. ദൈവമോ? നീ ഇപ്പൊ ദൈവത്തിലും വിശ്വസിച്ചു തുടങ്ങിയോ? ഏതാണ് നിന്റെ ആ ദൈവം? റാമസീസ് വീണ്ടും ചോദിക്കുന്നു. എന്നാൽ മോസസ് അതിനൊരു മറുപടി പറയുന്നില്ല. നീ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നു പറഞ്ഞിട്ട് മോസസ് വേഗം അവന്റെ കുതിരപ്പുറത്ത് കയറി അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ റാമസീസ് ഒരു മീറ്റിംഗ് വിളിച്ചു. എന്നിട്ട് തലേ ദിവസം മോസസ് വന്ന കാര്യങ്ങളൊക്കെ അയാൾ ഇപ്പൊ എല്ലാവരുടെ അടുത്തും പറയാണ്. എന്നിട്ട് അയാൾ ഒരു ഉത്തരവിറക്കുകയും ചെയ്തു. മോസസ് ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇനി അവനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉടനെ തന്നെ അവനെ കൊന്നുകളയണം. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചോണ്ട് പോവാ എന്നാണ് റാമസീസ് ഉത്തരവിടുന്നത്. അതിനെ തുടർന്ന് കുറെ പടയാളികൾ ഇപ്പം ആ അടിമകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് ഓരോ വീടും കയറി അവരിങ്ങനെ അരിച്ചു പെറുക്കാൻ തുടങ്ങി. മാത്രമല്ല, അവിടെയുള്ള സകല സാധനങ്ങൾ അവർ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ എവിടെയൊക്കെ തെരഞ്ഞിട്ടും അവർക്ക് മോസസിന് മാത്രം കിട്ടിയില്ല. ഈ സമയം തന്നെ മോസസ് ആണെങ്കിൽ ചില ആൾക്കാരെയും കൂട്ടി അവിടെയുള്ള ഒരു അണ്ടർഗ്രൗണ്ടിൽ പതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പടയാളികൾക്ക് ആർക്കും അവനെ കാണാൻ പറ്റായിരുന്നത്. അങ്ങനെ അവനെ കിട്ടാത്തതുകൊണ്ട് ആ പടയാളികളൊക്കെ തിരിച്ചുപോയി. എന്നാൽ ഇതുകൊണ്ടൊന്നും റാമസീസ് നിർത്തുന്നില്ല. പിറ്റേ ദിവസം അവിടെയുള്ള അടിമകളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ അയാൾ തൂക്കിക്കൊല്ലാണ്. അവരെ കൊന്നുകളഞ്ഞതിന് ശേഷം റാമസീസ് പറയുന്നത്, നിങ്ങളിത് കണ്ടില്ലേ, ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ആ മോസസ് എവിടെയാണോ ഉള്ളതെന്ന് പറഞ്ഞു നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ഫാമിലി ഇതുപോലെ കൊല്ലപ്പെടും എന്നാണ് റാമസീസ് പറയുന്നത്. അവൻ ഈ സംസാരിക്കുന്നതൊക്കെ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നും മോസസും കാണുന്നുണ്ട്. അപ്പൊ താൻ പറഞ്ഞ വഴിക്ക് റാമസീസ് വരത്തില്ല എന്ന കാര്യം മോസസിന് മനസ്സിലായി. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അവൻ തന്നെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവനിപ്പോ ഒരു തീരുമാനം എടുത്തു. അതിനെ തുടർന്ന് അവൻ നേരെ അവന്റെ ആൾക്കാരുടെ അടുത്തേക്ക് പോവാണ്. അതിനുശേഷം അവൻ ചില അമ്പും വില്ലൊക്കെ ഉണ്ടാക്കി. എന്നിട്ടിപ്പം ആ അമ്പയത്തും കാര്യങ്ങളൊക്കെ അവൻ ആ ആൾക്കാരെ ട്രെയിൻ ചെയ്യുകയാണ്. അവൻ നല്ലൊരു ട്രെയിനർ ആയതുകൊണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ മോസസ് കുറെ ആൾക്കാരെ ആ ആയുധവിദ്യകളൊക്കെ പരിശീലിപ്പിച്ചതിന് ശേഷം അവനിപ്പോ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കൊട്ടാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നശിപ്പിച്ചു കളയണം എന്നാണ് മോസസ് ആ മീറ്റിംഗിൽ പറയുന്നത്. അതിനെ തുടർന്ന് അവരെല്ലാവരും കൂടെ ആദ്യം പോകുന്നത് റാമസീസിന്റെ കുറെ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ചില ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ്. എന്നിട്ട് അതിനകത്തേക്ക് അവർ ഫ്യൂവൽ ഒഴിച്ചിട്ട് ആ ബിൽഡിങ്ങുകളൊക്കെ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ ആ പരിപാടിയൊക്കെ തീർത്തിട്ട് അവർ അടുത്തായിട്ട് പോകുന്നത് അവിടെയുള്ള ഒരു പുഴയുടെ തീരത്തേക്കാണ്. ആ പുഴയിലായിട്ട് റാമസീസിന്റെ സാധനങ്ങൾ കൊണ്ടിരുന്ന കുറെ ബോട്ടുകളുണ്ട്. അവരെല്ലാവരും പന്തം കത്തിച്ചിട്ട് ആ ബോട്ടുകൾക്ക് നേരെ അമ്പ് ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ബോട്ടുകളും കത്തിച്ചു കളഞ്ഞു. ഇതെല്ലാം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് റാമസീസും കാണുന്നുണ്ട്. അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പടയാളികളെ ആ അടിമകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞുവിടാണ്. അങ്ങനെ ആ പടയാളികൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് ആ അടിമകൾ താമസിക്കുന്ന വീടുകളും അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നശിപ്പിച്ചു കളയാണ്. മാത്രമല്ല, ആ ഒരു ആക്രമണത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം മാലയ്ക്ക് ഇപ്പൊ മോസസിനെ കാണാൻ വന്നിരിക്കുകയാണ്. നീ എന്താണ് മോസസ് ഈ കാണിക്കുന്നത്? നീ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? എല്ലാത്തിനും നീ തോറ്റുപോയില്ലേ? ആ റാമസീസിന്റെ രോമത്തിൽ പോലും നിനക്ക് തൊടാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണ് നീ അയാളോട് പ്രതികാരം ചെയ്യുന്നതെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നിന്റെ ഒരു തലമുറ തന്നെ മെനക്കെട്ടാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കളിയൊക്കെ ഞാൻ കളിക്കാം. നീ കളി ഇനി കണ്ടാൽ മാത്രം മതി എന്നാണ് മാലക്ക് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങൾ റാമസീസ് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. കാരണം ദൈവമാണ് ഇപ്പൊ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ കുറെ മുതലകൾ ആ പുഴയിലേക്ക് ഇറങ്ങി. റാമസീസിന്റെ ഒരു ബോട്ട് ആ പുഴയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ 1-2 മുതലകളല്ല, ഇഷ്ടം പോലെ മുതലകൾ ഉണ്ടായിരുന്നു. അവറ്റകളെല്ലാം കൂടെ ചെന്നിട്ട് ആ ബോട്ടിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ ബോട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ മൊത്തം ആ മുതലകൾ കൊന്നു കളഞ്ഞു. അങ്ങനെ അവരുടെ ചോരയൊക്കെ ഇപ്പൊ ആ പുഴയിലേക്ക് സ്പ്രെഡായി. അങ്ങനെ ആ പുഴയിൽ ചോര മിക്സായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിനകത്ത് മീനുകളൊക്കെ ചത്തുപോങ്ങാൻ തുടങ്ങി. ഇപ്പൊ ആ പുഴയിൽ എവിടെ നോക്കിയാലും ചോര മാത്രമാണ്. മാത്രമല്ല, ഇഷ്ടം പോലെ മീനുകൾ അവിടെ ചത്തുപൊങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആ പുഴയിലെ വെള്ളം ഉപയോഗിക്കാനേ പറ്റാത്ത അവസ്ഥയിലാണ്.
ഇതെല്ലാം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് റാമസീസും കൂട്ടരും കാണുന്നുണ്ട്. അവരിപ്പോ ആ പുഴയിലെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പിറ്റേ ദിവസം ആ പുഴയിൽ നിന്നും തവളകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് തവളകൾ. അവറ്റകളെല്ലാം കൂട്ടത്തോടെ റാമസീസിന്റെ ആ സ്ഥലത്തേക്ക് പോവാണ്. അവിടെയുള്ള വീടുകളിലേക്കൊക്കെ ആ തവളകൾ കയറി. വീടുകളിൽ മാത്രമല്ല, തവളകൾ അടുത്തായിട്ട് പോകുന്നത് കൊട്ടാരത്തിലേക്കാണ്. കൊട്ടാരത്തിൽ എവിടെ നോക്കിയാലും ഇപ്പൊ തവളകൾ മാത്രം. ഇപ്പൊ ബെഡിലേക്കും കൂടെ തവളകളൊക്കെ കയറിയത് കണ്ട് റാമസീസിന്റെ ഭാര്യയാണെങ്കിൽ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ആ തവളകളൊക്കെ ചത്തു. അത് ചീഞ്ഞതിനെ തുടർന്ന് ഇപ്പൊ പുഴുക്കളൊക്കെ വരാൻ തുടങ്ങി. മാത്രമല്ല, ഇപ്പൊ എവിടെ നോക്കിയാലും നിറയെ ഈച്ചകളാണ്. ഇപ്പൊ ഈച്ചകൾ കാരണം ആ രാജ്യത്തെ മുഴുവൻ ആൾക്കാരും ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിലെ കാര്യമാണെങ്കിൽ മുഖം മൂടിയിടാതെ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥയായി. എവിടെ നോക്കിയാലും ഈച്ചകൾ മാത്രം. അതിനൊരു പ്രിക്കോഷൻ എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുമില്ല. അങ്ങനെ ആ ഈച്ചകളുടെ അറ്റാക്ക് കാരണം ഒരു പകർച്ചവ്യാധി അവിടെ പരന്നിട്ടുണ്ട്. ആ രാജ്യത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും ആ അസുഖം ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് കൊട്ടാരത്തിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതൊരു കുതിരയുടെ പുറത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ മെസ്സേജ് ഹീബ്രുകൾ അയച്ചതാണ് എന്ന കാര്യം റാമസീസിന് മനസ്സിലായി. അതിൽ എഴുതിയിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിന്റെ പണിയാണ്. ഇതൊന്നും ഇതുവരെയായിട്ട് അവസാനിച്ചിട്ടില്ല. ഇനിയും ഇത് മോശമാവത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇരു കൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടി നമുക്കൊരു ഒത്തുതീർപ്പിലെത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിച്ചതിന് ശേഷം റാമസീസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇത് ദൈവത്തിന്റെ പണിയാണല്ലേ, എന്നാൽ നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് റാമസീസ് ഇപ്പം ആ അടിമകളെയൊക്കെ ഒരു മീറ്റിംഗിന് വിളിച്ചു. ആ കൂട്ടത്തില് നമ്മുടെ മോസസും ഉണ്ടായിരുന്നു. റാമസീസ് ഇപ്പൊ ആ മീറ്റിംഗിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ടൊക്കെ ഞാൻ തോറ്റു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഇനി നിങ്ങളുടെ ജോലി ഇരട്ടിപ്പിക്കാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് പ്രൊഡക്ഷന് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സാധനം തരത്തില്ല. എല്ലാം നിങ്ങൾ സ്വയം കണ്ടെത്തണം. നിങ്ങളുടെ ദൈവമല്ലേ ഇതൊക്കെ എന്നോട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങളുടെ ദൈവം തന്നെ കൊണ്ടുതരട്ടെ എന്നാണ് റാമസീസ് പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മോസസിന് ശരിക്കും നിരാശയായി. എന്ത് കാണിച്ചിട്ട് ഇവനൊന്നും അടുക്കുന്നില്ലല്ലോ എന്നാണ് അവനിപ്പോ ചിന്തിക്കുന്നത്. അങ്ങനെ പഴയതുപോലെ തന്നെ അടിമകളൊക്കെ അവരുടെ പണി തുടങ്ങി. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് മോസസും അവിടെ നിൽക്കുന്നുണ്ട്. അവനിപ്പോ നോക്കുന്നത് ആ മാലക്ക് അടുത്തതായിട്ട് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതാണ്. എന്നിപ്പം അവൻ അതിന്റെ ഒരു സൂചനയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മാലക്കിനെ കാണാൻ വേണ്ടി ഒരു മലയുടെ മുകളിലേക്ക് ചെന്നു. പക്ഷെ മാലക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും താൻ പറയുന്നൊക്കെ അവൻ കേൾക്കുന്നു വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ സ്വയം സംസാരിക്കാൻ തുടങ്ങി. നീ ഇപ്പൊ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ റാമസീസിന് മാത്രമല്ല പ്രശ്നം ഉണ്ടാവുന്നത്, മറിച്ച് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്നാണ് റാമസീസ് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ അവൻ അവിടെ നിന്ന് പറഞ്ഞിട്ടും മാലക്ക് അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കൊട്ടാരത്തിലിപ്പം മറ്റൊരു പണി കിട്ടി. അവിടെ ഇഷ്ടംപോലെ കുതിരകളുണ്ടല്ലോ, അവറ്റകളെല്ലാം ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോര ഛർദ്ദിച്ചിട്ട് അവറ്റകളെല്ലാം ചത്തുവീഴാണ്. കൊട്ടാരത്തിൽ മാത്രമല്ല, ആ നാട്ടിലുള്ള സകല മൃഗങ്ങളും ഇതുപോലെ ചോര ഛർദ്ദിച്ചിട്ട് ചത്തുവീഴാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നാട്ടുകാർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞപ്പം അവർക്ക് അടുത്ത പണി കിട്ടാൻ തുടങ്ങി. നല്ല ഇടി വെട്ടുന്നുണ്ട്. മാത്രമല്ല, മഴയും പെയ്യാൻ തുടങ്ങി. എന്നാൽ വെള്ളമല്ല താഴേക്ക് വീഴുന്നത്, അതിനു പകരം ഐസാണ്. ഇപ്പൊ ആ രാജ്യത്ത് മൊത്തം ഐസ് വീണുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് റാമസീസ് ഇതെല്ലാം കാണുന്നുണ്ട്. അവനിപ്പോ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഭീമൻ ചുഴലിക്കാറ്റാണ് മുകളിലായിട്ട് കാണുന്നത്. ഈ സമയം അവന്റെ പുറകിലായിട്ട് അവന്റെ ഭാര്യയും നിൽക്കുന്നുണ്ട്. അവള് വല്ലാതെ പേടിച്ച് കാണുമ്പോൾ റാമസീസ് വേഗം അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മാലയ്ക്കിപ്പം അടുത്ത പണി തുടങ്ങി. അത് വെട്ടുകിളികളായിരുന്നു. ലക്ഷക്കണക്കിന് വെട്ടുകിളികൾ ഇപ്പൊ ആ രാജ്യത്തിന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവറ്റകളെല്ലാം അങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വിളകളും മൊത്തം തിന്നു തീർക്കാണ്. ഒരു ഇഞ്ച് പോലും സ്ഥലം ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഓടാൻ തുടങ്ങി. അങ്ങനെ ആ വെട്ടുകിളികൾ നേരെ പോകുന്നത് കൊട്ടാരത്തിലേക്കാണ്. അവിടേക്ക് ചെന്നതിന് ശേഷം അവറ്റകളിപ്പം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണ സാധനങ്ങളും തിന്നു തീർക്കാണ്. കൊട്ടാരത്തിലുള്ളവർക്കും എന്താണ് ചെയ്യേണ്ടത് എന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. അങ്ങനെ രാജ്യത്തിലെ ധാന്യങ്ങളൊക്കെ ആ വെട്ടുകിളികൾ തിന്നു തീർത്തപ്പം മറ്റൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് കുറെ ആൾക്കാർ ഇപ്പൊ ധാന്യങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവര് ധാന്യപ്പുരയിലേക്ക് ചെന്നിട്ട് കൈ കിട്ടുന്ന ധാന്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. എന്നാൽ അവർ അതുമായിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് റാമസീസിന്റെ പടയാളികൾ അങ്ങോട്ട് വരുന്നത്. അവരെല്ലാവരും കൂടെ വന്നിട്ട് ആ ആൾക്കാരെല്ലാവരെയും കൊന്നുകളയാണ്. അങ്ങനെ സമയം രാത്രി. റാമസീസ് ഇപ്പം അവന്റെ കൊട്ടാരത്തിലെ ഒരു കോറിഡോറിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ ഉടനെ തന്നെ തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. അത് മോസസ് ആണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാമസീസ് ഇപ്പം മോസസിനോട് സംസാരിക്കുന്ന പോലെ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നീയല്ല, നിന്റെ ദൈവമാണെന്ന് പറയാൻ വന്നാണോ നീ? എന്നാൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഇവിടുത്തെ ദൈവം ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ പരിപാടിക്ക് ഇന്നത്തോടെ അവസാനിപ്പിച്ചിട്ടില്ല. ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ ഹീബ്രൂസിന്റെ കൂട്ടത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലാൻ പോവാണ് എന്നാണ് റാമസീസ് ഇപ്പോൾ വളരെ അഹങ്കാരത്തോടെ പറയുന്നത്. എന്നാൽ അവൻ അത്രയും സംസാരിച്ചു കഴിഞ്ഞിട്ടും അവിടെ ആരും കാണുന്നില്ല. ഇതേ സമയം തന്നെ മോസസ് ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ്, ആ മാലക്കിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത്തവണ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാലക്ക് അവിടെ നിൽക്കുന്നുണ്ട്. മോസസ് ഇപ്പം മാലക്കിന്റെ അടുത്ത് പറയുന്നത്, നീ ആരെ ശിക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്? ഞങ്ങളെയോ അതോ റാമസീസിനെയോ? എന്താണെങ്കിലും പണി ഇപ്പം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നിർത്തിയേക്ക് എന്നാണ് മോസസ് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ മാലക്കിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നിർത്താനോ? ഇത്രയൊക്കെ അവന് പണി കൊടുത്തിട്ടും കുറച്ചു സമയം മുമ്പേ അവന് ഭീഷണി നീ കേട്ടിട്ടില്ലായിരുന്നല്ലോ. അത് ഞാൻ കേട്ടു.
അവൻ എല്ലാവരെയും കൊല്ലാൻ പോവാണത്രേ. ഇത്രയും സമയമായിട്ട് ഞാൻ അവനെ കൊടുത്തിരുന്നത് ചെറിയ പണികളാണ്, അത് അവനെ വല്ലാതെ ബാധിച്ചിട്ടില്ല. ഇനി അവനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പണി ഞാൻ കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മാലയ്ക്ക് ഇപ്പൊ അവന്റെ പ്ലാൻ പറയാണ്. എന്നാൽ മോസസിനാണെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മോസസ് നേരെ പോകുന്നത് റാമസീസിനെ കാണാൻ വേണ്ടിയിട്ടാണ്, കൊട്ടാരത്തിലേക്ക്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പം ആ പടയാളികളൊന്നും അവനെ തടയുന്നുമില്ല. അങ്ങനെ അവൻ റാമസീസിന്റെ അടുത്തെത്തി. ഈ സമയം മോസസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നോടൊരു ഒത്തുതീർപ്പിന് വന്നതല്ല ഞാൻ, എനിക്ക് നിന്നോടൊരൊറ്റ കാര്യം പറയാനുള്ളൂ. ഇന്ന് വൈകുന്നേരം നീ നിന്റെ മകനെ ഒന്ന് സൂക്ഷിക്കണം എന്നാണ് മോസസ് പറയുന്നത്. അവൻ അങ്ങനെ പറയുമ്പോൾ റാമസീസിന് ശരിക്കും ഡൗട്ടായി, എന്തായിരിക്കും അവൻ ഉദ്ദേശിച്ചത് എന്നാണ് റാമസീസ് ചിന്തിക്കുന്നത്. അങ്ങനെ അടുത്തതായിട്ട് മോസസ് പോകുന്നത് അവന്റെ ആൾക്കാരുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവൻ പറയുന്നത്, നമ്മളുടെ എല്ലാവരുടെയും കുടിലിന് മുമ്പിൽ ആടിന്റെ ചോര വെച്ചിട്ട് മാർക്ക് ചെയ്യണമെന്നാണ്. അതിനെ തുടർന്ന് എല്ലാവരും അവൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവരിങ്ങനെ ആടിന്റെ ചോര എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ വീടിന്റെ മുൻഭാഗം മൊത്തം മാർക്ക് ചെയ്യാണ്. അങ്ങനെ സമയം രാത്രിയായി. മാലക്കിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിക്കൊണ്ട് മോസസ് ഇപ്പം അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ രാജ്യത്തിലേക്ക് ഒരു നിഴൽ വരുന്നത്. അതിങ്ങനെ പതുക്കെ പതുക്കെ ആ രാജ്യത്തെ മൊത്തം ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നിഴലിപ്പം കൊട്ടാരം മൊത്തത്തിൽ മൂടി. ഈ സമയം റാമസീസ് കൊട്ടാരത്തിൽ തന്നെയുണ്ട്. അവൻ ചെന്ന് നോക്കുമ്പോൾ അവന്റെ മകൻ അനക്കമില്ല, അവനിപ്പോൾ മരിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ വല്ലാണ്ട് കരയാൻ തുടങ്ങി. എന്നാൽ അവന്റെ മകൻ മാത്രമല്ല, ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആ രാജ്യത്തിലുള്ള മുഴുവൻ കുട്ടികളും മരിച്ചിട്ടുണ്ട്. എന്നാൽ ഹീബ്രൂസിന്റെ കുടിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികൾക്കൊന്നും പറ്റിയിട്ടില്ല. ഈ സമയം മോസസ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ്. ആ നിഴൽ അവിടെ നിന്ന് പാസ് ചെയ്ത് കഴിയുമ്പോൾ അവനിപ്പോ കേൾക്കുന്നത് ആ മരിച്ചുപോയ കുട്ടികളുടെ അമ്മമാരുടെ നിലവിളിയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി തന്റെ മരിച്ച കുഞ്ഞിനെ എടുത്തിട്ട് റാമസീസ് ഇപ്പം മോസസിനെ കാണാൻ വന്നിരിക്കുകയാണ്. അവന്റെ കൂടെ അവന്റെ പടയാളികളും ഉണ്ട്. അങ്ങനെ മോസസിനെ കാണുമ്പോൾ റാമസീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ ദൈവമാണെന്നല്ലേ പറഞ്ഞത്, കുട്ടികളെ കൊല്ലുന്ന ആളാണോ നിന്റെ ദൈവം എന്നാണ് റാമസീസ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, നിങ്ങളുടെ കുട്ടികൾ മരിച്ചു കാണും റാമസീസ്, എന്നാൽ ഹീബ്രൂസിന്റെ ഒരു കുട്ടി പോലും ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല എന്നാണ് മോസസ് പറയുന്നത്. അവൻ അത് പറയുമ്പോൾ റാമസീസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അടിമകളെ റിലീസ് ചെയ്യണമല്ലേ? ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ ഉടനെ തന്നെ ഈ രാജ്യം വിട്ടു പോയിക്കോ, നിങ്ങൾ എല്ലാവരെയും ഞാൻ റിലീസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് റാമസീസ് അവിടുന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മോസസ് ആ അടിമകളെയും കൂട്ടി ആ രാജ്യത്ത് നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ കൊട്ടാരത്തിലാണെങ്കിൽ റാമസീസിന്റെ മകന്റെ മമ്മിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങെല്ലാം കഴിയുമ്പോൾ റാമസീസിന് വല്ലാണ്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം ആ അടിമകളാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും കൊല്ലണം എന്നാണ് റാമസീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവനിപ്പോൾ അവന്റെ ടീമിനെയും വിളിച്ചുകൊണ്ട് മോസസിന്റെയും ടീമിന്റെയും പുറകെ പോവാണ്. ഇതേസമയം തന്നെ മോസസും കൂട്ടരും ഇപ്പൊ നടന്ന് ഒരു മലയുടെ മുമ്പിലേക്ക് എത്തി. ഇനിയിപ്പോ അവർക്ക് ആ മലയുടെ അപ്പുറത്തേക്ക് എത്തണം, എങ്കിൽ മാത്രമേ അവർക്ക് ആ ചുവന്ന കടലിന്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ആ കടലും ക്രോസ് ചെയ്തിട്ട് പോകണം. ഇപ്പൊ റാമസീസും കൂട്ടരും എന്തായാലും ഇവരുടെ പുറകെ വരും എന്ന കാര്യം മോസസിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേർവഴിക്ക് പോവാണെന്നുണ്ടെങ്കിൽ റാമസീസും കൂട്ടരും ഉറപ്പായിട്ടും നമ്മുടെ അടുത്തേക്ക് എത്തും. അതുകൊണ്ട് നമുക്ക് ഈ മല കയറി പോവാം. നമ്മൾ മല കയറിയിട്ടാണ് പോയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരും മല കയറും. എന്നാൽ അവരിപ്പോൾ സഞ്ചരിക്കുന്നത് അവരുടെ രഥങ്ങളിലായിരിക്കും. ആ രഥങ്ങളെ വെച്ച് മല കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാനും കുറെ സമയം കിട്ടും എന്നാണ് മോസസ് പറയുന്നത്. ബാക്കി എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും വേഗം തന്നെ മല കയറാൻ തുടങ്ങി. അങ്ങനെ അവര് പോയി 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് റാമസീസും കൂട്ടരും ആ മലയുടെ താഴ്വാരത്തെത്തുന്നത്. മോസസ് വിചാരിച്ച പോലെ തന്നെ അവരും മല കയറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ റാമസീസിനും കൂട്ടർക്കും അത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അവരുടെ അടുത്ത് ആ രഥങ്ങളുണ്ട്. അതുമായിട്ട് ആ മല കയറുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ചില ഭാഗങ്ങളിലെത്തുമ്പോൾ അതിങ്ങനെ തള്ളിക്കയറ്റണം. അവസാനം രാജാവായ റാമസീസിന് വരെ അവന്റെ രഥം തള്ളേണ്ടി വന്നു. ഇതേസമയം തന്നെ മോസസും കൂട്ടരും ഇപ്പൊ ആ കടൽ തീരത്തെത്തി. എന്നാൽ മോസസിന്റെ പ്ലാൻ ഇവിടെ തെറ്റിപ്പോവാണ്. ഈ സമയം വേലിയിറക്കമായിരിക്കും എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ അവൻ ആ കടൽ തീരത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം വെള്ളമാണ്. ഇപ്പൊ അവർക്ക് ആ കടൽ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഉടനെ തന്നെ ആ റാമസീസും കൂട്ടിന് അവരുടെ അടുത്തേക്ക് എത്തും എന്ന കാര്യം അവനറിയാം. എങ്കിലും മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അന്ന് രാത്രി അവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് മോസസ് ആണെങ്കിൽ ഇപ്പൊ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ് നീ എത്തിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പം വളരെ വിജയകരമായിട്ട് നടന്നു. ഇനിയിപ്പോ ഈ കടൽ ഞാൻ എങ്ങനെ ക്രോസ് ചെയ്യും? ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഞാനിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. നിനക്കറിയാലോ, എന്റെ കുടുംബത്തെ പോലും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വളരെ ദേഷ്യത്തോടെ അവന്റെ ആ വാളെടുത്തിട്ട് കടലിലേക്ക് എറിയാണ്. അങ്ങനെ ആ വാള് കടലിലേക്ക് ചെന്ന് വീണ് കഴിയുമ്പോൾ അതിങ്ങനെ നേരെ താഴേക്ക് ചെന്ന് കുത്തി നിൽക്കുകയാണ്. അങ്ങനെ ആ വാൾ എറിഞ്ഞതിന് ശേഷം മോസസ് ആണെങ്കിൽ അവിടേക്ക് ചെന്ന് കിടക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആകാശത്ത് നിന്നും ഒരു വലിയ ഉൽക്ക ഇങ്ങനെ താഴേക്ക് വരികയാണ്. അതിപ്പോ നേരെ വന്നിട്ട് ആ കടലിൽ പതിക്കുകയും ചെയ്തു. ഇതെല്ലാം മോസസ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും അവൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അവൻ ആ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കാണുന്നത്. ആ കടലിന്റെ മുകളിലൂടെ കൂട്ടത്തോടെ ഇങ്ങനെ പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ വാൾ അവിടെ കുത്തി നിൽക്കുന്ന അവന് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അവന് മനസ്സിലായി.
അങ്ങനെ അവൻ ഉടനെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നു. നമുക്ക് വേഗം തന്നെ ഈ കടൽ ക്രോസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരെല്ലാവരും ചാർജായി. അങ്ങനെ പെട്ടെന്ന് തന്നെ മോസസിന്റെ നേതൃത്വത്തിൽ അവർ ആ കടൽ ക്രോസ് ചെയ്യാൻ തുടങ്ങി. അവരീ നടക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അവിടെ ഉണ്ട്, എങ്കിലും ബുദ്ധിമുട്ടില്ലാതെ അവർക്കിപ്പോൾ മുന്നോട്ട് നടക്കാം. ഇതേസമയം റാമസീസും കൂട്ടരും ആ മലയുടെ മുകളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നല്ല ഇടുങ്ങിയ വഴിയായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ രഥം ഓടിച്ചുകൊണ്ട് വരുന്നത്. അതിനിടയിലാണ് അവർക്ക് മറ്റൊരു പണി കിട്ടുന്നത്. അവിടെയുള്ള വഴി മൊത്തം ഇടിഞ്ഞുളിഞ്ഞു വീഴാൻ തുടങ്ങി. അതിൽപ്പെട്ട് റാമസീസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറെ രഥങ്ങളും ആൾക്കാരും ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. ഇതെല്ലാം റാമസീസും കാണുന്നുണ്ട്, എങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും ആ മോസസിനെ അടിമകളെയും കൊല്ലണം, അത് മാത്രമാണ് അവന്റെ മനസ്സിലിപ്പോ. ഈ സമയവും മോസസും കൂട്ടരും ആ കടലും ക്രോസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർ നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ വെള്ളമില്ല, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അവർക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റാമസീസും കൂട്ടരും കടൽ തീരത്തെത്തി. അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കടല് മൊത്തം വറ്റിക്കിടക്കാണ്. അപ്പൊ ദൈവം അവരുടെ കൂടെയാണ് എന്ന കാര്യം റാമസീസിന് മനസ്സിലായി. എങ്കിലും ഇതുകൊണ്ടൊന്നും അവൻ തളരുന്നില്ല. അവനും ടീമും മോസസിനെയും ടീമിനെയും പിടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നിന്നും മോസസിനും ടീമിനും അവരിങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടെല്ലാം അപ്പുറത്തെ കരയിലേക്ക് പോകാൻ പറയാണ്. എന്നിട്ട് അവന്റെ കൂടെ കുതിരപ്പുറത്തുള്ള ആൾക്കാരെയും കൂട്ടി റാമസീസിനെയും ടീമിനെയും നേരിടാൻ വേണ്ടി മോസസും ടീമും അവരുടെ അടുത്തേക്ക് പോവാണ്. റാമസീസും ടീമും ആണെങ്കിൽ വെറിയോടെ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയം മോസസും ടീമും ആണെങ്കിൽ ഒരു യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തോണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നത്. അവിടെ നിന്ന് മാറിപ്പോയ കടൽവെള്ളം മൊത്തം തിരിച്ചങ്ങോട്ട് വരാൻ തുടങ്ങി. അതിപ്പോ വലിയൊരു സുനാമിയായിട്ട് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു സുനാമി അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ റാമസീസിന്റെ പുറകിലുള്ള ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയി. ഇനി അവിടെ നിന്നാ പണി കിട്ടും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തിരിഞ്ഞോടുകയാണ്. എന്നാൽ റാമസീസ് പിന്മാറുന്നില്ല. അവൻ ഇപ്പോഴും മോസസിന്റെ അടുത്തേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കടൽവെള്ളം വരുന്ന കണ്ടിട്ടും മോസസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങോട്ടും പോകുന്നില്ല. അവരവിടെ തന്നെ നിൽക്കുകയാണ്. അവർ പോകത്തില്ല എന്ന കാര്യം മോസസിനും അറിയാം. എന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് മോസസ് പറയുന്നത്. എന്നാൽ മോസസ് അങ്ങനെ പറഞ്ഞിട്ടും അവർ പോകാൻ കൂട്ടാക്കുന്നില്ല. അവസാനം മോസസ് നിർബന്ധിക്കുമ്പോഴാണ് അവരെല്ലാവരും തിരിച്ചു പോകുന്നത്. അങ്ങനെ മോസസ് പാടെ ഒറ്റയ്ക്കായി. അവനെ കൊല്ലാൻ വേണ്ടി റാമസീസ് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റാമസീസ് മോസസിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ കടൽവെള്ളം അങ്ങോട്ടെത്തി. അതിപ്പം അവരെ രണ്ടുപേരും അങ്ങോട്ട് തെറിപ്പിച്ചു കളയാണ്. അങ്ങനെ അവിടെ മൊത്തം വെള്ളം കയറി. ഇതേസമയം റാമസീസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പടയാളികളൊക്കെ തിരിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവരിപ്പോഴും തീരത്തേക്ക് എത്തിയിട്ടില്ല. അവരവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കടൽവെള്ളം വന്നിട്ട് അവരെയും പൊതിഞ്ഞു. അതോടുകൂടെ അവരെല്ലാവരും കടലിന്റെ അടിയിലേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ഹീബ്രൂസിലെ ബാക്കി എല്ലാവരും അപ്പുറത്തെ കരയിലേക്ക് കയറി. അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ആ വെള്ളമൊക്കെ നടങ്ങി കഴിയുമ്പോൾ മോസസ് അവിടെ നിന്ന് എഴുന്നേറ്റു. അവനിപ്പം ആ ഹീബ്രൂസ് നിൽക്കുന്ന തീരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അവനും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൻ വിചാരിച്ച പോലെ തന്നെ അവന്റെ ടീമിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. എന്നാൽ ഈ സമയം തന്നെ റാമസീസിനും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവനിപ്പോ അപ്പുറത്തെ കരയിലാണ്. എന്നാൽ അവൻ നോക്കുമ്പോൾ അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ പടയാളികളും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് വളരെ നിസ്സഹായനായിട്ട് നിൽക്കാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ മോസസ് തന്നെ ജയിച്ചു എന്നവൻ സ്വയം വിധി എഴുതിയിരിക്കുകയാണ്. ഇതേസമയം തന്നെ മോസസ് ആണെങ്കിൽ രക്ഷപ്പെട്ട അടിമകളെയും കൊണ്ട് നേരെ പോകുന്നത് അവന്റെ ഭാര്യയുള്ള സ്ഥലത്തേക്കാണ്. മോസസ് ഇപ്പൊ തിരിച്ചു വന്നത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. ഈ സമയം അവള് നോക്കുമ്പോൾ ആ ഹീബ്രൂസിനൊക്കെ അവള് കാണുന്നുണ്ട്. ഇതൊക്കെ ആരാണ് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇതെന്റെ ആൾക്കാരാണ് എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. അതിൽ നിന്നും അപ്പോൾ അവൻ പോയ കാര്യം നേടിയെടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രി മോസസ് ഇപ്പം ആ ദൈവത്തിന് മല കയറാൻ തുടങ്ങി. അവിടെ നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ ആ ഹീബ്രൂസിനെ മൊത്തം കാണാം. അവരെല്ലാവരും ശരിക്കും സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ അവൻ ആ മല കയറുമ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് മാലക്കും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മാലക്ക് അവനെ കൊണ്ട് ഒരു കല്ലിലായിട്ട് ചില നിയമങ്ങൾ എഴുതിക്കുകയാണ്. മോസസ് അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മാലക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേതാവിന് ചിലപ്പോൾ തെറ്റുപറ്റിയേക്കും, എന്നാൽ ഈ ശിലകൾക്ക് തെറ്റുപറ്റത്തില്ല. അതുകൊണ്ട് നിന്റെ പാതയിൽ ഈ നിയമങ്ങളായിരിക്കും അവരെ നയിക്കാൻ പോകുന്നത് എന്നാണ് മാലക്ക് പറയുന്നത്. മോസസ് ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഹീബ്രൂസ് എല്ലാവരും കൂടെ ഇപ്പൊ ഒരു വണ്ടിയും തള്ളിക്കൊണ്ട് നടക്കുകയാണ്. ആ വണ്ടിക്കകത്ത് ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ പറയുന്നത് ആർക്ക് ഓഫ് കവനന്റ് എന്നാണ്. അതിനടുത്തായിട്ട് നമ്മുടെ മോസസ് ഇരിക്കുന്നുണ്ട്. അവനിപ്പോ നല്ല പ്രായമായിരിക്കുകയാണ്. ഈ ആർക്ക് ഓഫ് കവനന്റ് ഒരു സ്ഥലത്ത് സ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ഈ യാത്ര. ഈ സമയം മോസസ് ആ വണ്ടിയുടെ തുണി മാറ്റി നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ മാലക്കും നിൽക്കുന്നുണ്ട്. മോസസിനെ കാണുമ്പോൾ മാലക്ക് അവനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. ഇപ്പൊ മാലക്കിനെ കാണുമ്പോൾ മോസസിന് ശരിക്കും സന്തോഷമായി. അപ്പൊ ദൈവം അവന്റെ കൂടെ തന്നെയുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ആ വണ്ടിയും തള്ളിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നതും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.